ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു. സുഖ്മ മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പരിശോധന തുടരുകയാണെന്ന് സുഖ്മ SP കിരൺ ഗംഗാറാം ചവാൻ അറിയിച്ചു. जो केरलापाल थाना क्षेत्र अंतर्गत गुंडावाला इलाके में जो मुठभेड़ हुई है 16 नक्सलियों के शव बरामद किए गए हैं। इसमें AK-47 SLR इंसा जैसे काफी भारी मात्रा में हथियार बरामद किए गए हैं। 2 जवान इसमें घायल हुए हैं, उनको इवैक्यूएशन किया जा रहा है। सर हथियार कौन कौन सा बरामद? AK-47 SLR इंसा जैसे ऑटोमेटिक हथियार इस मुठभेड़ में बरामद हुए हैं। जी सर, ये अब तक का सुकमा जिले का सबसे बड़ा मुठभेड़ माना जा सकता है? हाँ, इसको माना जा सकता है। और जो पहाड़ी वाला जो इलाका है गोकुंडा वाले इलाके में दरबा डिवीजन के जो नक्सली है उनकी उपस्थिति यहाँ मौजूद होती है और ये उन पे कड़ा पहाड़ है। कोई बड़े काडर के नक्सली मारे जाने की पहचान करना बचा हुआ है। ഛത്തീസ്ഗഡിലാണ് വൻ മാവോയിസ്റ്റ് വേട്ട നടന്നത്. 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുണ്ട്. സുക്മ മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. രോഹിണി, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ, മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ്. സുക്മ ദന്തേവാഡ അതിർത്തിയിൽ വനമേഖലയിലാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റുമുട്ടലിനൊടുവിൽ സുക്മ ഈ ദന്തേവാഡ അതിർത്തി വനമേഖലയിലെ ഏറ്റുമുട്ടലിനൊടുവിൽ 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിട്ടുള്ളത്. സുക്മ SP ആണ് ഇക്കാര്യങ്ങൾ വിശദമായി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. CRPF-ഉം ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അർദ്ധസൈനിക വിഭാഗവും സംയുക്തമായാണ് മേഖലയിൽ പരിശോധന നടത്തിയത്. തുടർന്ന് മാവോയിസ്റ്റ് ഭീകരർ ആദ്യം സേനയ്ക്ക് നേരെ, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് നടന്ന ഏറ്റുമുട്ടലാണ് 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. AK-47 തോക്കുൾപ്പെടെയുള്ള ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യവും സുക്മ SP അറിയിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ CRPF-ഉം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും നിരന്തരമായി ഇപ്പോൾ പരിശോധന നടത്തിവരികയാണ്. എല്ലാ മേഖലകളിലും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ പരിശോധന നടത്തിക്കൊണ്ട് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങിയും നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനും അതല്ലെങ്കിൽ അതിശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയും സൈന്യവും ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും ശക്തമാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ബീജാപൂർ, ദന്തേവാഡ, കാങ്കർ മേഖലകളിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ 22 ഭീകരരെ സൈന്യം സുരക്ഷാ സേന വധിച്ചിരുന്നു. അവിടെയും വൻ ആയുധശേഖരം, സ്ഫോടക വസ്തുക്കളും AK-47 തോക്കും ഉൾപ്പെടെയുള്ള ആയുധശേഖരം പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ സുക്മ ദന്തേവാഡ അതിർത്തിയിൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് 16 ഭീകരരെ വധിച്ചിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ എല്ലാ മേഖലയും മാവോയിസ്റ്റ് സാന്നിധ്യം ഒഴിപ്പിക്കുമെന്നും രാജ്യത്തു നിന്ന് തന്നെ ചുവപ്പൻ ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കും എന്നുള്ളത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അതിനനുസൃതമായ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളാണ് ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.